കോഴിക്കോട് ഫറോക്കിൽ ചരക്ക് ലോറി മറിഞ്ഞ അപകടം. മുനിസിപ്പൽ ചെയർമാൻ NC റസാക്കിന്റെ വീടിന് മുകളിലേക്കാണ് ലോറി മറിഞ്ഞത്. തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. സിമന്റ് കയറ്റി വന്ന ലോറി റോഡരികിൽ നിർത്തിയിട്ടതായിരുന്നു. അമിതഭാരത്താൽ മതിലിടിഞ്ഞ് ലോറി താഴേക്ക് പതിച്ചു. വീടിന്റെ സിറ്റൗട്ട് ഉൾപ്പെടുന്ന ഭാഗം പൂർണ്ണമായും തകർന്നു. അപകട സമയത്ത് ആരും ഉണ്ടാവാതിരുന്നതിനാലാണ് ദുരന്തം ഒഴിവായത്. ഇതെന്താ വെച്ചാൽ 40 ടണ്ണിൻ്റെ അടുത്തുള്ള വെയിറ്റുള്ള ലോറിയാണിത്. അത് വിളിച്ച് നന്നായിട്ട് ഇടിഞ്ഞ് വീട്ടിലേക്ക് മറിഞ്ഞ് നല്ല കാലത്തിൽ കുട്ടികൾ സ്കൂളിൽ പോയി, മകൻ പുറത്തു പോയി, കാറെടുത്ത് പുറത്തു പോയതാണ്. ഭാര്യയും മരുമകളും അകത്ത് അടുക്കളപ്പണിയിലാണ്. അവന് ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു. ശാരീരികമായ ഒരു പ്രയാസം ഉണ്ടായില്ല. പ്രദേശത്തെ അനധികൃത പാർക്കിംഗ് ആണ് അപകടത്തിന് ഇടയാക്കിയത്. തമിഴ്നാട്ടിൽ നിന്ന് ചരക്കുമായി വന്ന ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷൻ ഉള്ള ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ വലിയ നാശനഷ്ടമുണ്ടായെങ്കിലും ആളപായമുണ്ടായില്ല എന്നത് ആശ്വാസമാണ്. അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഫറൂഖിൽ നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.